ഇന്ന് 8/6/2026 സമയം രാവിലെ 9 മണി. ജിമ്മിയെ കാണാൻ വന്നതാ. ജിമ്മിക്കുട്ട ഓടി വാടാ. കണ്ടില്ലേ അവൻ്റെ സ്നേഹം? എന്നെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഫുള്ളി ഹാപ്പിയാണ്. പിന്നെ എൻ്റെ കൂടെ നടക്കണം, അവന് ഭക്ഷണം വേണം. ഭക്ഷണം കൊടുക്കുമ്പോൾ ചിക്കൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ, ചോറ് കഴിക്കൂല. കഴിഞ്ഞ ജിമ്മിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചു, ഇക്ക നിങ്ങൾ കൂടെയുള്ള ഡോഗിന് ഫുഡ് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാ മിണ്ടാപ്രാണികൾക്കും ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ പോവുള്ളൂ. അതിന് എത്ര ക്യാഷ് ചിലവായാലും. ഇതെനിക്കൊരു പാഷനാണ്. അതിനുവേണ്ടി ഞാൻ ആരെടുത്തൊന്നും ക്യാഷ് വാങ്ങിക്കാറില്ല. എനിക്ക് മിണ്ടാപ്രാണികൾ ജീവനാണ്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എന്നെ പറ്റിച്ചതെല്ലാം മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവറ്റങ്ങളെ സ്നേഹിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഡോഗ് കുഞ്ഞുങ്ങളെ കടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമാണ്. എല്ലാവർക്കും അമർഷമാണ്. അവരെ തല്ലിക്കൊല്ലാനാണ് എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അഗ്രസീവായിട്ടുള്ള ഡോഗ്, അഗ്രസീവായിട്ടുള്ള മനുഷ്യർ, അത് രണ്ടിലുമുണ്ട്. അവരെ നമ്മൾ തിരിച്ചറിയണം. മിണ്ടാപ്രാണികളെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറയാം. ഡോഗ്സിന് കൃത്യമായിട്ട് ABC, അനിമൽ ബർത്ത് കൺട്രോൾ, അവർക്ക് വേണ്ട വാക്സിൻ, അവർക്ക് വേണ്ട ഫുഡ്, ഷെൽട്ടർ, ഇതൊക്കെ ആരാണ് നൽകേണ്ടത്? മിണ്ടാപ്രാണി സ്നേഹികളല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റമാണ്, ഗവൺമെൻറ്റാണ്. ഓരോ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ആയുസ് എത്രയെന്നറിയോ? മാക്സിമം 15 വയസ്സ്. 15 വർഷം കഴിഞ്ഞാൽ ഇവരങ്ങ് പോകുന്നേ. അതുകൊണ്ട് ഡോഗ്സിനെ കൊല്ലണമെന്ന് പറയുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഗവൺമെൻറ്റിനോട് പറയാം, സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാം. വിദേശത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ സ്ട്രീറ്റ് ഡോഗിനെ പോലും കാണൂല്ല. കാരണം അവിടുത്തെ ഗവൺമെൻറ് അവരെല്ലാം ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ്. അവർക്ക് വേണ്ട ഭക്ഷണം, പാർപ്പിടം എല്ലാം ഒരുക്കി കൊടുക്കുകയാണ്. അതുപോലെ നമുക്കും ചെയ്തൂടെ?